പ്രിയൻചേട്ടനോട് ഭയങ്കര സ്നേഹാണല്ലോ. തുളസിക്കും പ്രിയൻചേട്ടന വലിയ കാര്യം തോന്നുന്നു. അമ്മാവൻ മരുമോനെന്ന് വിളിക്കുമ്പോ കുറച്ച് സ്നേഹം കൂടുതൽ തോന്നുന്നുണ്ട്. ഹേയ്, ഞാൻ വെറുതെ കളിയാക്കാൻ പറഞ്ഞതാ. പ്രിയൻചേട്ടൻ വെറുതെ ടെൻഷൻ ആവണ്ട. ഇപ്പോഴാണോ വരുന്നത്? രാവിലെ ഇറങ്ങിയതാണല്ലോ രണ്ടുപേരും. ഇപ്പൊ വൈകുന്നേരമായി. വരുന്ന വഴിക്ക് കുറച്ച് കടകളിലൊക്കെ കയറി. ആ, അത് ശരി. ആ കട മൊത്തം വാങ്ങിയിട്ടുണ്ടല്ലോ. അമ്മാവന്റെ കാശ് മുഴുവൻ തീർക്കാനാണോ നീ പോയത്? അയ്യോ, ഇവളാകെ ഒരു ടോപ്പ് മാത്രമേ വാങ്ങിയുള്ളൂ. അതും ഞാൻ കുറെ നിർബന്ധിച്ചപ്പോ. ബാക്കിയെല്ലാം തുളസിക്കും നിന്റെ ഏട്ടത്തിയമ്മയ്ക്കും വാങ്ങിയതാ. അവരിങ്ങോട്ട് ഇറങ്ങുമ്പോഴേ തന്നെ ഒരു ലിസ്റ്റ് തന്നാ വിട്ടത്. നീ ഇതൊക്കെ കൊണ്ട് മുറിയിൽ വെക്കേ. ഏട്ടാ, ജോത്സരി വിളിച്ച് അവരുടെ ജാതകം ഒന്ന് നോക്കിക്കണം. അതൊക്കെ ഞാൻ ചെയ്തോളാം. പക്ഷേ എന്താ ഏട്ടാ ആലോചിക്കുന്നേ? ദൈവമേ, നീ ധൃതി കൂട്ടൊന്നും അല്ലല്ലോ അല്ലേ? ഒരിക്കലും അല്ല. മരിക്കുന്നതിന് മുമ്പ് പ്രിയന്റെ അച്ഛൻ എല്ലാം തീരുമാനിച്ചുറപ്പിച്ചതല്ലേ. നമ്മുടെ മക്കൾക്ക് കല്യാണപ്രായമായിട്ട് കുറെ കാലമായില്ലേ. ഇനി എന്തിനാ വൈകിപ്പിക്കുന്നേ? കാലം കുറെ മാറി ശോഭേ. പണ്ട് കാരണവന്മാര് കൊടുത്ത വാക്കിനു വേണ്ടി മാത്രം കല്യാണം കഴിച്ച് ദാമ്പത്യം മുന്നോട്ട് കൊണ്ടുപോകാൻ ഇന്നത്തെ കുട്ടികൾക്ക് കഴിഞ്ഞെന്ന് വരില്ല. അവർക്ക് സ്വന്തം ഇഷ്ടങ്ങളും സങ്കല്പങ്ങളും ഒക്കെ ഉണ്ടാവില്ലേ? എന്റെ മോന്റെ ഇഷ്ടങ്ങളും സങ്കല്പങ്ങളും ഒക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. അവൻ ഒരിക്കലും എന്റെ വാക്കിനപ്പുറം നിൽക്കില്ല. തുളസിയാണ് എന്റെ മരുമകളെന്ന് ഞാൻ നേരത്തെ തീരുമാനിച്ചിരുന്നു. അതിനൊരു മാറ്റവും സംഭവിക്കാൻ പോകുന്നില്ല. തുളസിക്ക് ഈ കല്യാണത്തിന് സമ്മതമാണോ എന്ന് മാത്രം ഏട്ടൻ അന്വേഷിച്ചാ മതി. അവളോട് ചോദിച്ചാ ഇന്ന് രാത്രി എന്നെ കല്യാണം കഴിക്കാന്ന് പറയും. അപ്പൊ പിന്നെ കൂടുതലൊന്നും ആലോചിക്കാനില്ല. നമുക്കിതങ്ങ് നടത്താന്നേ. ശരി, പ്രിയന്റെ കയ്യിൽ അവളെ ഏൽപ്പിച്ച എനിക്ക് അത്രയും സമാധാനമായി. ഞാൻ ജോത്സ്യനോട് നാളെ തന്നെ വീട്ടിലേക്ക് വരാൻ പറയാം. ശരി. അത് ശരി. ഇവിടെ വന്നിരിക്കുകയാണോ? താഴെ എന്തൊക്കെയാ നടക്കുന്നതെന്നറിയോ? എനിക്കതൊന്നും കാണാൻ വയ്യാത്തോണ്ട് ഞാൻ ഇവിടെ വന്നിരുന്നത്. നീ ഇവിടെ വന്നിരുന്നോണ്ട് പ്രശ്നങ്ങളൊക്കെ ഇല്ലാതാവോ? അമ്മയും അമ്മാവനും കൂടി ജോത്സരെ കാണുന്നതിനെ കുറിച്ച് സംസാരിക്കുക. ഇനിയും നിന്റെ മനസ്സിലുള്ളത് അവരെ അറിയിച്ചില്ലെങ്കിൽ പാറുവിനെ പിന്നെ നിനക്ക് മറക്കേണ്ടി വരും. പാറുവിന് അമ്മാവൻ വന്ന എന്തിനാന്ന് മനസ്സിലായോ? ഇല്ല. അപ്പൊ നീ അവളോടൊന്നും പറഞ്ഞില്ലേ? ഞങ്ങൾ പരസ്പരം ഇഷ്ടം പറഞ്ഞതേ ഉള്ളൂ. അപ്പോഴേക്കും എനിക്കൊരു മുറപ്പെണ്ണുണ്ടെന്നും അവളുമായിട്ട് അമ്മ എന്റെ കല്യാണം ഉറപ്പിച്ചിരിക്കുകയാണെന്നും ഞാൻ എങ്ങനെ പറയാ? പാറു എന്നായാലും ഇതൊക്കെ അറിയേണ്ടതല്ലേ? പാറു ഇപ്പൊ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുക. അതിന്റെ കൂടെ ഈ വിഷയം കൂടി അറിയിച്ചിട്ട് ടെൻഷൻ കൂട്ടണോ? അല്ലെങ്കിൽ തന്നെ കൈലാഷ് സാറിനോട് ഞങ്ങളെപ്പറ്റി തുറന്നു പറയാത്തതിന്റെ വിഷമം അവൾക്ക് എന്നോടുണ്ട്. ഇനി ഇതുകൂടി അറിഞ്ഞാൽ പൂർത്തിയാവും. അതിന് ഈ പ്രശ്നത്തിൽ നിന്നും നീ ഒളിച്ചോടുകയാണോ വേണ്ടത്? അല്ല, വിഷയം അവളോട് അവതരിപ്പിക്കാൻ പറ്റില്ല എന്നല്ലേ ഉള്ളൂ. അമ്മാവനോട് പറയാലോ. അദ്ദേഹത്തിന് കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവും. അമ്മാവൻ പിന്മാറിയ പിന്നെ പേടിക്കാനൊന്നുമില്ലല്ലോ. എന്ത് ചെയ്തിട്ടാണെങ്കിലും ഈ പ്രശ്നം ഒന്ന് പരിഹരിച്ചാൽ മതി. പാറുവിനെ വെറുതെ വിഷമിപ്പിക്കല്. മനപ്രിയ,
ഇവിടെ ഇങ്ങനെ വന്നിരിക്കാൻ നല്ല രസമല്ലേ, നല്ല കാറ്റ്. മോളെ അമ്മ വിളിക്കുന്നുണ്ടായിരുന്നു. ചെല്ല്. ഉം.